ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ അനാലിസിങ് യൂസിങ് എക്സൽ എന്ന മൊഡ്യൂളിലെ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് വിൻ പെർസെൻറ്റേജ് ഇൻ മുംബൈ ഇന്ത്യൻസ് കമ്പാരിസൺ ടു അതർ ടീംസ് ഇൻ IPL. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ ഒരു ടേബിൾ പോലെ തന്നിട്ടുണ്ട്, അതെല്ലാം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ടീംസ് നമുക്ക് ഇതിൽ നമുക്ക് കണ്ടത് യുണീക്ക് ടീംസ് ആണ്. യുണീക്ക് യുണീക്ക് ഫോൺസ്, നമ്പർ ഓഫ് ടീം ഫോൺ. ഇവിടെ നമ്മളെ വിന്നർ ഉണ്ടാവും. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ച് ഇനി നെക്സ്റ്റ് വേണ്ടത് മാച്ചസ് പ്ലേഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കൗണ്ട് ഈഫ്സ് എന്നുള്ളത് യൂസ് ചെയ്യാം. ടോട്ടൽ നമ്പർ കൗണ്ട് ഈഫ്സ്. ഓക്കെ, ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. കൗണ്ട് ഈഫ്സ് ആയതുകൊണ്ട് ഒന്നിൽ കൂടുതൽ കണ്ടീഷന് റേഞ്ച് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് ടീം 1 ടീം 2 എന്നുള്ളത് കിട്ടും. ഇതാ ടീം 1 ടീം 2. ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക. ഈ രണ്ട് കോളം സെലക്ട് ചെയ്യുക. എൻ്റെ റോയിങ് സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ കോമ, എന്നിട്ട് ഇതിൽ യുണീക്സ് നമ്മൾ കണ്ടുപിടിച്ച് മുംബൈ ഇന്ത്യൻസിന് പകരം നമ്മൾ ഇതിൽ ഇന്ത്യൻസ് ഇവിടെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഇതിൽ യുണീക്സ് ഉള്ള എല്ലാ ടീമിൻ്റെയും പെർസെൻറ്റേജ് മാച്ചിങ് കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് അവസാനം അതിൽ നിന്ന് മുംബൈ ഇന്ത്യൻസിൻ്റെ കണ്ടാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഈ കോളമാണ് എനിക്ക് വേണ്ടത്. പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പക്ഷേ ഇവിടെ ഇത് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഫിക്സ് ആക്കണം കേട്ടോ. ഈ റേഞ്ച് ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് F4 അടിക്കുക. ഫംഗ്ഷൻ F4 ആണ് ഫംഗ്ഷനിലുള്ള F4 മുകളിലായിട്ട് കീബോർഡിലായിട്ട് ടോപ്പിൽ കാണുന്നത്. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓട്ടോ ഫില്ല് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് കണ്ടാണ്ട് ഫോൺസ്, നമ്പർ ഓഫ് ഫോൺസ് ഈക്വൽ ടു കൗണ്ട് ഈഫ്സ് വേണ്ട, കൗണ്ട് ഈഫ് മതി. സിംഗിൾ ആണ് നമ്മൾ കാണും. വോൺ ചെയ്ത മാത്രം ടീമിനെ മാത്രമേ നമ്പർ കാണുന്നുള്ളൂ. അപ്പോൾ വിന്നർ എടുക്കുക. ആ കോൾ എടുത്തിട്ട് സെലക്ട് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുക. ദെൻ കോമ, ഇത് മാത്രം കണ്ടുപിടിക്കണം അല്ലേ? നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഈ നമ്മളെ യുണീക്കായ ടീം ഓൺ ചെയ്ത പെർസെൻറ്റേജ് ആണ് കണ്ടത്, അല്ല നമ്പറാണ് കണ്ടത്. അപ്പോൾ ഈ കോളം സെലക്ട് ചെയ്യുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതും അതേപോലെ തന്നെ എന്താക്കുക, ഈ ഏരിയ മാത്രം ഇത് ചെയ്യാം. F4 അടിച്ചിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, എൻ്റർ അടിക്കുക. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടു നമ്പർ ഓഫ് ഫോൺസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്ലേഡ്. എൻ്റർ അടിക്കുക. ഓട്ടോ ഫില്ല് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. ഇതിൽ മുംബൈ ഇന്ത്യൻസ് എത്രയാണ്? മുംബൈ ഇന്ത്യൻസ് പെർസെൻറ്റേജ് മുംബൈ ഇന്ത്യൻസ് മാത്രം 59. നമ്മൾ മൊത്തം എടുത്തതാണ്. ഇത് മാത്രമാണ് മുംബൈ ഇന്ത്യൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി. ഇനി ഇതിൽ നമുക്ക് ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് എടുക്കുക. ഇൻസേർട്ട് ചാർട്ട് കൊടുക്കുക.
ഓക്കെ, സോറി, ഈ ഫുൾ ഇതിൽ സെലക്ട് ചെയ്യണേ. ആദ്യം നമുക്ക് വേണ്ട ഏരിയ സെലക്ട് ചെയ്യാം. ഡിലീറ്റ് കൊടുക്കുക. ദെൻ ഇത്ര 1% ബാക്കിയുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ട് കൊടുക്കുക, ചാർട്ട് കൊടുക്കുക. അപ്പോൾ ചാർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത്. ഇനി ഇതിൻ്റെ ചാർട്ടിൻ്റെ ടൈപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റിയാൽ മതി. ഇതിൽ ഇപ്പോൾ ഇതാണ്, ഈ മോഡലാണെങ്കിൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം ചാർട്ടുകൾ. ചാർട്ട് സ്റ്റൈല് മാറ്റാൻ ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാം. ചാർട്ടിൻ്റെ സ്റ്റൈൽ വേറെ ഏതെങ്കിലും സ്റ്റൈൽ വേണമെന്നെങ്കിൽ ഇത് ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്, ഇതെല്ലാം മാറ്റാം. ഇപ്പം നോർമലി നമ്മൾ സാധാരണ ക്രിക്കറ്റിൽ കാണാറുള്ളത് ഡബിളിലുള്ളതല്ലേ. ഈ ടൈപ്പാണ് നമ്മൾ സാധാരണ കാണാറ്. ഇത് പറഞ്ഞാൽ മാച്ച് പ്ലേഡ് ബ്ലൂ കളറും ഓൺ ചെയ്തത് ബ്രൗൺ സാഫ്രോണിൻ്റെ കളറായിട്ടുള്ള ഈ രീതിയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ ചാർട്ട് ക്രിയേറ്റ് ചെയ്യല്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ നമ്പർ 2. നമ്പർ ഓഫ് യൂണിക് വെന്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് സിമ്പിൾ തന്നെ. യൂണിക് വെന്യൂ നമ്പറാണ് കണ്ടത്, വെറും യൂണിക് വെന്യൂസിൻ്റെ നെയിമല്ല കണ്ടത്. അപ്പം കൗണ്ട് യൂണിക് കൊടുക്കാം. ഓക്കെ, ദെൻ വെന്യൂ റേഞ്ച് സെലക്ട് ചെയ്യാം. വെന്യൂൻ്റെ റേഞ്ച് വെന്യൂ ഇത്. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുക, ക്ലോസ് ചെയ്യുക. നമുക്ക് 36 വെന്യൂസ് കിട്ടി. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പിവറ്റ് ടേബിളാണ്. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ എന്താ, ടോപ്പ് 5 വെന്യൂ ഓഫ് MI. ഓക്കെ, മുംബൈ ഇന്ത്യൻസിൻ്റെ ടോപ്പ് 5 വെന്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പിവറ്റ് ടേബിളിൽ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞത്. അതിന് ഏതെങ്കിലും ഒരു കോളം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇൻസേർട്ട് കൊടുക്കുക. ഇൻസേർട്ട് കൊടുത്തിട്ട് എന്തെടുക്കണം, പിവറ്റ് ടേബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ക്രിയേറ്റ് എ പിവറ്റ് ടേബിൾ, ഡാറ്റ റേഞ്ച് ഇവിടെ കാണിക്കുന്നുണ്ട്, എൻ്റെ ടേബിളാണ്. ഓക്കെ, ന്യൂ ഷീറ്റിൽ കൊടുക്കുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷീറ്റിൽ തന്നെ കൊടുക്കുക. അപ്പോൾ ഞാൻ എക്സിസ്റ്റിംഗ് ഷീറ്റ് എടുക്കുന്നു. അപ്പോൾ എക്സിസ്റ്റിംഗ് ഷീറ്റ് എടുക്കുമ്പോൾ എന്നിട്ട് ഈ വരുന്ന വിൻഡോയിൽ ഈ സെലക്ട് ഡാറ്റ റേഞ്ച് അത് ക്ലിക്ക് ചെയ്യുക, ഈ ടാബ്. ഓക്കെ, എന്നിട്ട് വാട്ട് ഈസ് ദ ലൊക്കേഷൻ ചോദിക്കുന്നത്. അപ്പോൾ ലൊക്കേഷന് നമുക്ക് എന്താക്കാം, ഇവിടെ പുറത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിവിടെ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ദെൻ ഓക്കെ കൊടുക്കുക, എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേപോലെ വന്നു. ഇതിൽ നിന്ന് ഫസ്റ്റ് എനിക്ക് വേണ്ടത് റോസിൽ ഞാൻ എന്തെടുക്കുന്നു, വെന്യൂ എടുക്കുന്നു. വെന്യൂ എടുത്തിട്ട് റോസിലേക്ക് എടുക്കുന്നു. ഓക്കെ, ദെൻ വാല്യൂസ് വേണം. വാല്യൂസിൽ ID കൊടുക്കുന്നു. പക്ഷെ ID ഇവിടെ ചോദിച്ചത് സം ഓഫ് ID ആണ്. സം ഓഫ് ID അല്ല എനിക്ക് വേണ്ടത്, ഇതിൻ്റെ കൗണ്ടാണ് വേണ്ടത്. കാരണം ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെയല്ല തന്നു, ടോപ്പ് 5 വെന്യൂ അത് ചോദിച്ചു. ഓക്കെ, അപ്പോൾ സമ്മുള്ളത് ഞാൻ എന്താക്കുന്നു, കൗണ്ടാക്കുന്നു. എന്നിട്ട് അപ്പോൾ നമുക്ക് ഇത് കിട്ടിയത് ഇത്ര സാധനങ്ങൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അതെങ്ങനെ വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാം. എന്താ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, വെന്യൂ വന്നിട്ടുണ്ട്, അതേപോലെ കൗണ്ട് ഇഫും
കൗണ്ട്സ് ഓഫ് ഐഡിയും വന്നിട്ടുണ്ട്. അന്ന് ഞാൻ വലുതാക്കുന്നു. ഇത്ര കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ടോട്ടൽ വെന്യൂ ടോട്ടൽ എത്ര കിട്ടിയത്? ടോട്ടൽ 816 കൗണ്ട് ഐ ഡി. ഓക്കെ, അപ്പം നമുക്ക് ഇത്ര കിട്ടി. ഓക്കെ, വെന്യൂ കിട്ടി, അതിൻ്റെ ടോട്ടൽ കൗണ്ട്സും കിട്ടി. ഇനി പക്ഷെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ടോപ്പ് 5 വെന്യൂ ഫോർ മുംബൈ ഇന്ത്യൻസ് കാണണം. അപ്പോൾ ഇത് ടോട്ടൽ വെന്യൂസ് ആണ് ഉള്ളത്. ഇതിൽ നിന്ന് മുംബൈ ഇന്ത്യൻസിൻ്റെ വെന്യൂവിനെ നമുക്ക് എന്താക്കണം, ഫിൽട്ടർ ചെയ്തെടുക്കണം. നമുക്ക് വെന്യൂ എടുക്കാം. അതിന് വിന്നർ പെർസെൻറ്റേജ് അല്ല നമുക്ക് കണ്ട് ടോപ്പ് 5 വിന്നിങ് വെന്യൂ. ഓക്കെ, വിന്നിങ് വെന്യൂ. അപ്പോൾ അതിന് നമ്മൾ വിന്നർ എടുക്കുക, വിന്നർ ഇട്ട് ഫിൽറ്ററിലേക്ക് ഇടാം. ഓക്കെ, ഫിൽറ്റർ ഇട്ടിട്ട് ഇവിടെ ഷോയിൻ ആൾ ഐറ്റംസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ എല്ലാം ഉണ്ട്. ഇതിന് നമുക്ക് എല്ലാം ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തിട്ട് മുംബൈ ഇന്ത്യൻസിന് മാത്രം സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തായി, ഫിൽറ്റർ ചെയ്തിട്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ വെന്യൂസ് മാത്രം കിട്ടി. ഇനി ഇതിൽ നിന്ന് ടോപ്പ് 5 എണ്ണത്തിന് നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ ചെയ്യല് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈക്വൽ ടു ലാർജ് കൊടുക്കുന്നു. ലാർജ് കൊടുത്തിട്ട് എൻ്റർ ഇത് വേണ്ട, അതിൽ 30 ടോട്ടൽ വരെ വേണ്ട, 31 കൊടുക്കും. ഓക്കെ, നോട്ട് അപ്ലിക്കബിളോ? ലാർജ് അതിൽ വേരി കണ്ടുപിടിച്ചിട്ട് പിന്നെ ടോപ്പ് എത്രയാണ് വേണ്ടതെന്ന് കൊടുക്കണം. ഓക്കെ, കോമട്ട് 5 കൊടുക്കണം. അപ്പോൾ ഈ ടോപ്പ് 5 വരുന്നത് ഏതിലാണ്? 6 ആണ് ലാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ടോപ്പ് 5 വരുന്നത് 6ലാണ് ലാസ്റ്റ്. അപ്പോൾ ടോപ്പ് 5, അപ്പോൾ 6നെ ലാസ്റ്റ് വരുന്നത് 6. അപ്പോൾ 6നെട്ടിൽ കൂടുതൽ 6 ഓർ 6 കൂടുതലുള്ളതായിരിക്കും എപ്പോഴും ടോപ്പ് 5 വെന്യൂസ് വരല്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഫിൽട്ടർ ചെയ്തിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 6 ആണ് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഫിൽട്ടർ കൊടുക്കുന്നു. ഫിൽട്ടർ റേഞ്ച്, എനിക്ക് ഇതിൽ നിന്ന് ടോപ്പ് 5 വെന്യൂ കിട്ടണം, അതിൻ്റെ നമ്പറും കിട്ടണം. അപ്പോൾ ഞാൻ ഇത് രണ്ടും സെലക്ട് ചെയ്യണം. ഓക്കെ, എവിടെ വരെ? ഇതുവരെ സെലക്ട് ചെയ്യണം. ഞാൻ കണ്ടീഷൻ കൊടുക്കണം. എന്താണ് കണ്ടീഷൻ? ഫിൽട്ടർ ലാർജിന്റെ കണ്ടീഷൻ ഗ്രേറ്റർ അല്ല, ഈ ഏരിയ അപ്പം എന്നിട്ട് ഫിൽറ്ററിൽ നമ്മൾ എന്താക്കണം, ഈ റേഞ്ച് സെലക്ട് ചെയ്യ്, കണ്ടീഷൻ വേണം. അപ്പോൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ റേഞ്ച് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം, നമ്മുടെ ലാർജ് എന്നുള്ള നേരത്തെ നമ്മൾ എഴുതിയിട്ടില്ല, ലാർജ് ഡാറ്റ വേണം. ഏതാണ് ലാർജ് 5 ടോപ്പ് 5 അല്ല നമുക്ക് വേണ്ടി, ഇതിനേക്കാൾ കൂടുതലായിരിക്കണം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ലാർജുള്ള ടോട്ടൽ 5 ടോപ്പ് 5 കിട്ടി. ഓക്കെ,
ലാർജുള്ള 5 കിട്ടി. ഓക്കെ, ഇനി ഇപ്പോൾ ഇതിനൊന്ന് നമുക്ക് ഏറ്റവും അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താക്കണം? വീണ്ടും ഇതിന് ഫിൽറ്ററിന് മുന്നിൽ ഒരു സോർട്ട് കൊടുക്കാം. സോർട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ദെൻ റേഞ്ച്, ദെൻ നമ്മൾ റേഞ്ച്. ഓക്കെ, കോമ സോർട്ട് കോളം, ഒരു കോളല്ല വേണ്ടത്, സെക്കൻഡ് കോളാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത് ഇതിൽ. ഓക്കെ, ദെൻ ഈസ് അസെൻഡിങ് ഈസ് ട്രൂ ആണെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ വരും, അല്ലെ ഫാൾസ് കൊടുക്കുകയാണെങ്കിൽ ഡിസെൻഡിങ്ങിൽ വരും. ഫാൾസ് കൊടുക്കുന്നതാണ് ഇവിടെ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ടോപ്പ് 5 നമുക്ക് ഇവിടെ കിട്ടി. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി.